ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നാട്ടിലുള്ള സമയമാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം നാട്ടിലത്തെ ഒരു പ്രോപ്പർ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നാണ് എൻ്റെ ഇന്നത്തെ ഒരു ആഗ്രഹം. നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ, എങ്കിലും സമയം രാവിലെ 8:30 ആയിട്ടുണ്ട്. അപ്പോൾ പതുക്കെ നമുക്ക് എഴുന്നേറ്റ് ഇന്നത്തെ ഒരു ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാം എന്നാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ അവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, പിള്ളേർക്ക് സ്കൂളിൽ പോകാനുള്ള പരിപാടിയൊക്കെ നടക്കുന്നു. അപ്പോൾ ഇന്നലെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലാത്തവർക്കൊന്ന് പോയി കാണണം കേട്ടോ. അതായത് ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നതും അതും ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് നമുക്ക് ഡേ ഇൻ മൈ ലൈഫിലേക്ക് പോവാം. ഓക്കെ, ഗമോൺ. നേരെ പോയിട്ട് പല്ലൊക്കെ തേക്കാം. പല്ല് തേച്ച് നമുക്ക് ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വായോ. എഴുന്നേറ്റു, പെട്ടെന്ന് കുടഞ്ഞു വിരിച്ചിട്ട് പല്ല് തേക്കാൻ പോവാം. ഇവന്മാർ സ്കൂളിൽ പോകാനൊക്കെ യൂണിഫോം ഇട്ട് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ, ഇവിടുത്തെ മൊട്ടക്കുട്ടന്മാർ. അപ്പോൾ എന്തായാലും ഞാൻ പോയി പല്ല് തേക്കട്ടെ. പല്ല് തേച്ചിട്ട് ഇവന്മാരെ വിടാനായിട്ട് നമുക്കും കൂടെ പോവാം. ഓക്കെ, ഇതാണ് നമ്മുടെ മുട്ടകൾ. കഴിച്ചു കേടാ രാവിലെ? എന്നാടാ കഴിച്ചേ? ചപ്പാത്തിയും കടലക്കറിയൊക്കെ തട്ടിയിട്ട് നിൽക്കുവാണേ. അപ്പോൾ എന്നാണേലും കുഞ്ഞാൻ പല്ല് തേച്ചിട്ട് വരട്ടെ. ഇന്നലെ സ്കൂളിൽ നിന്ന് ഇറക്കിയ അതേ മുട്ടകൾ, സ്കൂളിൽ സെയിം മുട്ടയായിട്ട് പിന്നെ റെഡിയായി നിൽക്കുക. ഓ, പല്ല് തേച്ചിട്ട് വരാവേ. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തേച്ചു, ജസ്റ്റ് ഇവന്മാരെ കൊണ്ടുവിടാനായിട്ട് ഒന്ന് മുടിയൊക്കെ ചീകുകയാണേ. അപ്പോൾ മുടിയൊക്കെ ചീകിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ തലയിൽ എണ്ണയൊക്കെ വെച്ച് കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് വന്നിട്ട് തലയിൽ എണ്ണ വെച്ച് കുളിച്ചില്ലായിരുന്നു. ഇപ്പോൾ എന്നും ഡെയിലി എണ്ണ വെച്ച് കുളിയൊന്നും ഇല്ല കേട്ടോ. ചെന്നൈ പോയാൽ പിന്നെ അതൊക്കെ ഇപ്പം ആഴ്ചയിൽ 2-3 ദിവസമേ തല എണ്ണ വെച്ച് കുളിച്ചിട്ടുള്ളൂ. ശരിക്കും അങ്ങനെ വെക്കാവുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു ഇത് പറയുന്നത്. ഇനി എന്തായാലും ഞാനിപ്പോൾ അങ്ങനെയൊക്കെ എണ്ണ വെച്ച് കുളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ട് പകലെപ്പോഴെങ്കിലും എണ്ണയൊക്കെ വെച്ച് കുളിക്കണം. ഞാനതിലുണ്ടോ അമ്മേ? പിന്നെ ഇപ്പം നമുക്ക് ഒരു ക്രീം മാത്രം ജസ്റ്റ് തേക്കാവേ. ഇത് ന്യൂട്രിഡേമിൻ്റെ നമ്മുടെ ക്രീമാണ്. അവന്മാർ ചിരിക്കുക കേട്ടോ. പിന്നെ സ്കൂളിൽ ഫോണുമായിട്ടല്ലേ പോകുന്നത്, എന്തൊരു പുരോഗമനമാടാ. അപ്പം നമുക്ക് എന്നാണേലും ന്യൂട്രിഡേമിൻ്റെ ഞാൻ ഫേസ് വാഷ് ഒന്നും ഇട്ടില്ല കേട്ടോ രാവിലെ. അലമ്പാണ്, വലിയ സ്കിൻ കെയർ ഒന്നും നമ്മൾ ചെയ്യത്തില്ലല്ലോ, അത് വേറെ കാര്യം. അപ്പോൾ എന്നാണെങ്കിലും ഇവന്മാർക്ക് സമയം പോയി. അപ്പം ഞാൻ എന്തായാലും നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാമേ, ഇവന്മാരെ കൊണ്ടുവിടാനായിട്ട് പോവാം. സ്കൂൾ ബസ് 9 മണിക്ക് വരും, 9 മണിയാവാറായി. പോവാം. ഓക്കെ. അയ്യടാ മന്നമ്മേ, ഒരു ദിവസം നമുക്ക് വെളിയിൽ പോകാൻ ഞാൻ പറഞ്ഞില്ലേ. ഒരു ദിവസം കുഞ്ഞാൻ്റെയും പിള്ളേരും അമ്മയും കൂടെ അപ്പാപ്പിയൊക്കെ കൂടെ വെളിയിൽ പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പോവാം, ബാ പോവാം. ഉളി വിടാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ജിമ്മിച്ച് എന്നോട് പറയണേ മുടി കെട്ടണ്ട, ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പം ഞാൻ കെട്ടിയ മുടി അഴിച്ചിട്ട് കേട്ടോ, അവൻ്റെ ഒരു ആഗ്രഹമല്ലേ. അല്ലേടാ, ഇവനല്ല കേട്ടോ, മറ്റവൻ. ഇങ്ങനെ കുഞ്ഞാറ്റി നടന്നാലേ നിന്നെ കാണാൻ പറ്റത്തുള്ളൂ. എടാ ജിമ്മി, ഇങ്ങോട്ട് വായോ, കുഞ്ഞാറ്റിയുടെ കൂടെ വായോ. അതെ അതെ അതെ. എന്നാ ഉണ്ടായിട്ട് വിശേഷങ്ങള്? ഇങ്ങോട്ട് നോക്ക്. വണ്ടി വന്ന് സ്ഥലം കാലിയാക്ക്. അപ്പോൾ ഇതാണ് ഉമ്മാറ ട്രാവലർ, ഇന്നലെ നമ്മൾ കണ്ട ട്രാവലർ. ടാറ്റാ. ഇന്ന് മടിയില്ലായിരുന്നല്ലേ മേ? പൊക്കോ, കുഞ്ഞാൻ്റെ ഇവിടെ ഉണ്ട്. ബൈ. സീറ്റില്ലേടാ, ജിമ്മി കയറിക്കൂടി അകത്തോട്ട്. പിടിച്ചിരിക്കട്ടോ. ടാറ്റാ.
പിള്ളേരെ വിട്ടിട്ട് വന്നു. പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നപ്പോൾ എന്താ അവിടെ ഒരു അനക്കം? ഉപ്പനല്ലേ അത്? കു 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 കു. അനക്കമില്ല. ആ കു 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 കു. കാല് മൊത്തം ചെളിയായി കേട്ടോ. റോഡിലോട്ട് പോയിട്ട് ഞാൻ കാലൊക്കെ ഒന്ന് കഴുകി നമുക്കിനി പോയി ചായ കുടിക്കാം. അപ്പം എൻ്റെ ചായ തിളച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ചായ കടുപ്പം കുറച്ചാട്ടോ കുടിക്കുന്നത്, മധുരം ഇട്ട് കുടിക്കലില്ലാത്തതുകൊണ്ടേ. അപ്പം ഞാൻ ചായയുടെ കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അതുപോലെ ഈന്തപ്പഴം കൂട്ടിയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. 3-4 ഈന്തപ്പഴവും ചായ. ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാം. എനിക്ക് വിശക്കുന്നൊന്നും ഇല്ല ഇപ്പം. അല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് ലൂസുള്ള ഷർട്ട് ഇടുകയുള്ളായിരുന്നു. അത് എനിക്കതായിരുന്നു ഇഷ്ടം. അതുപോലത്തെ അല്ല, അതല്ല നീ ഉദ്ദേശിച്ചത്. ഷർട്ടെന്ന് പറഞ്ഞാൽ ആണുങ്ങളിടുന്ന വലിയ ഷർട്ടല്ല, പാവാടയും ഷർട്ടും തയ്ക്കും. എന്നിട്ട് ഇച്ചിരി ലൂസിട്ട്, അല്ലാതെ വലിയ ആണുങ്ങളിടുന്ന ആ ഷർട്ടിന്റെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ, മുടി പിന്നെ ഇടും. ഭയങ്കര മുടിയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ ഈ തലയൊന്നും നമ്മൾ ചിന്തിക്കേ വേണ്ട. ഭയങ്കര മുടിയായിരുന്നു. ആ പിന്നാൻ പോലും ഇങ്ങനെ കൈ പൊക്കി പിടിക്കത്തില്ലായിരുന്നു എനിക്ക്. അത് പിന്നെ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്ന് വെട്ടി, 7ൽ പഠിക്കുമ്പോൾ ഒന്ന് വെട്ടി. അത് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ്സിൽ അത് കരപ്പം വന്ന് ചൂട് കൊണ്ട്. എന്നിട്ട് അടി അങ്ങ് വെട്ടി വിടും. മേളിൽ മുടിയുണ്ട്, അടി അങ്ങ് വെട്ടി വിടും. എന്നിട്ട് ഞങ്ങൾ 3 പേരും ഉണ്ടായി, മരുന്ന് കഴിച്ച് പിന്നെ തൈറോയിഡൊക്കെ വന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുടി പോയി. പിന്നെ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഭയങ്കര, കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ഭയങ്കര മുടിയായിരുന്നു. 10ാം ക്ലാസ്സിൽ അത്രയും തന്നെ. എനിക്ക് നല്ല മുടിയായിരുന്നു, അമ്മയുടെ അത്ര ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഭയങ്കര മുടിയായിരുന്നു, നല്ല ഉള്ളുള്ള മുടിയായിരുന്നു 10ാം ക്ലാസ്സിൽ. അത് പാരമ്പര്യമായിട്ട് തിരിഞ്ഞൊന്ന് നോക്കും. എൻ്റെ ചേട്ടത്തിമാർക്കും എല്ലാം മുടിയുണ്ടായിരുന്നു. പേരപ്പൻ്റെ മക്കൾക്കും ഒക്കെ മുടിയുണ്ടായിരുന്നു. ആ, ഷർട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നേ. സ്കൂളിൽ പോകും. പിന്നെയോ? ആ, പിന്നെയും വണ്ണത്തിൽ കിടക്കുന്നേ ഉള്ളൂ. ആ സമയം പഠിക്കുന്ന സമയം. ചോറ്, മുട്ട പൊരിച്ചതോ ചമ്മന്തിയോ എന്തെങ്കിലും തോരനോ അങ്ങനെയുള്ള ഇതൊക്കെ. ഞങ്ങൾക്ക് 4 പേർക്ക് രാവിലെ അങ്ങനൊന്നും ഇല്ലായിരുന്നു ആ സമയം. എല്ലാം പറമ്പിലുണ്ടാക്കുന്ന എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ 6 മക്കളായിരുന്നു. അതെ അതെ. ഇപ്പം അമ്മയും ചാച്ചനൊന്നും ഇല്ല അവിടെ. എല്ലാരും നാന വഴിക്കല്ലേ. എല്ലാരും ഓരോരുത്തർ ഓരോ സ്ഥലത്തായി. കുറച്ചുപേര് ഉപ്പുതറയില്, കുറച്ചുപേര് പെരുമ്പാവൂര്, കുറച്ചുപേര് രാജസ്ഥാനില്ലടി, ഹൈദരാബാദിൽ. പിന്നെ ഞാനിവിടെ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്നാ, രാവിലെ സാധാരണ പറമ്പിൽ നിന്ന് ഉള്ള ഭക്ഷണമല്ലേ, പുട്ടോ അല്ലെങ്കിൽ ഇടിയപ്പോ അല്ലെങ്കിൽ ദോശയോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇഷ്ടംപോലെ കാച്ചിൽ, കപ്പ, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൃഷി ചെയ്തുകൊണ്ട് ഒരു സാമ്പാറിനൊക്കെയുള്ള സാധനങ്ങൾ, അവിയലിനുള്ള സാധനങ്ങളൊക്കെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ചുകൊണ്ട് വന്ന് കറി വെക്കാനുണ്ടായിരുന്നു ആ സമയമൊക്കെ. ഇഷ്ടം പോലെ. ഞാൻ ഇങ്ങോട്ട് ഉപ്പുതറയ്ക്ക് വന്നു കഴിഞ്ഞാൽ പോയി ഒരുപാട് കിലോ മുളകൊക്കെ പറിച്ചുകൊണ്ട് വരുന്ന ഓർക്കുന്നുണ്ട്. മുളക് കൊടിയൊക്കെ കൂടെ കയറി കിടക്കുന്ന പാവയ്ക്ക. എൻ്റെ അച്ഛനും അമ്മയൊക്കെ ഉള്ളപ്പോൾ നല്ല ഐശ്വര്യമായിട്ട്. ഇപ്പോൾ പറമ്പിലൊന്നുമില്ല. നീ അതിനെ ഓർക്കുന്നുണ്ടോ? അല്ല, അത്രയും ഓർക്കുന്നുണ്ടോ? വിമോൻ ഓർക്കുന്നതാണ്. നീ കാന്താരി നിറച്ച് ഇങ്ങനെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറിക്കാൻ തോന്നിപ്പോ. ഉണ്ടോ? അമ്മയും ചാച്ചനും ഒക്കെ ഉള്ള കാലം ഭയങ്കര രസമായിരുന്നു. ഇപ്പൊ പറമ്പിലൊന്നുമില്ല, ചുമ്മാ. അയ്യോ, പിന്നെ കാന്താരി,
പിന്നെ ചേമ്പ്. ഞാനവിടെ പോയിട്ട് വരുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരുമായിരുന്നു ഇഷ്ടം പോലെ. ഒരു നല്ല കാലമായിരുന്നു. എല്ലാം കൃഷിയും എല്ലാം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ പറമ്പ് ചുമ്മാ മരുഭൂമി പോലെ കുറേ. അത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. ഞാനിങ്ങനെ പുറകോട്ട് ചിന്തിച്ചതാ. അതെ അതെ അതെ. നമുക്ക് തിരിച്ചു വരാം. ആയിക്കോട്ടെ, ഞാനെന്നാ അങ്ങോട്ട് ചെല്ലട്ടെ. ഞങ്ങളിങ്ങനെ കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഹെയർ ഡൈ ചെയ്യാൻ പറ്റത്തില്ല, ഹെയർ ഡൈ ചെയ്യുന്ന കാര്യം മടുപ്പാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രൊഡക്റ്റ് ഇങ്ങനെ നോക്കി ഇരുന്ന് സമയം ഒത്തിരി പോയി. ഇപ്പം സമയം 10:30 ആയിട്ടുണ്ടേ. അപ്പം ഞാൻ ഒന്ന് മിറ്റമൊക്കെ അവിടെ കുറച്ച് ഇലയൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്, അതൊന്ന് തൂക്കണം എന്ന് വിചാരിച്ചതേ ഉള്ളൂ, ഞാൻ തൂത്തില്ല. അപ്പം പിന്നെ എനിക്ക് ഇപ്പം വിശന്നു, ഇപ്പം മടിയായി. അപ്പം എന്നാ ചെയ്യാം, വൈകുന്നേരം വല്ലതും തൂക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് ഇന്നലെ കപ്പ വേവിച്ചത് ഉണ്ടായിരുന്നു. അമ്മ അതിങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുക. അതും ബീഫും കപ്പ വേവിച്ച് നമുക്ക് കഴിക്കാം, എന്നിട്ടുള്ള അടുത്ത പരിപാടി. എനിക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ഒരു സാധനം നോക്കി അവസാനം എന്തോ ഒരു സ്റ്റിക്ക് പോലത്തെ സാധനം കണ്ടിട്ടുണ്ട്. അതൊന്നെങ്കിൽ അമ്മയ്ക്ക് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ കടയുടെ എവിടെയും പോയി വാങ്ങിച്ചു കൊടുക്കണം. എന്നിട്ടത് ചെയ്ത് സെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കത് വീഡിയോ ഇട്ട് കാണിച്ചു തരാം. ആർക്കെങ്കിലുമൊക്കെ ഉപകാരമാകും. പിന്നെ എനിക്കും ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെ നരച്ചുമുടിയുണ്ട്. ഞാൻ എൻ്റെയും കാണിച്ചു തരാം കേട്ടോ, വർക്കാവുകയാണെങ്കിൽ. അപ്പം എന്നാണെങ്കിലും നമുക്ക് ഇനി കഴിക്കാവേ. കപ്പ എനിക്ക് അപ്പം വേവിച്ചിരുന്നതിന് പിറ്റേ ദിവസം ചുവന്നുള്ളിയൊക്കെ അരിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് അങ്ങനെ പിന്നെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല മണമാമേ. അപ്പം നമുക്ക് കപ്പയും ബീഫും കൂടെ ഒരു തട്ടാം. ഫോട്ടോ എടുത്തല്ലേ അമ്മയുടെ? അമ്മ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്ന് പയറരിയുന്ന ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിലൊക്കെ അമ്മയോട് പറയാതെ കുഞ്ചി എടുത്തിട്ട് ഞാൻ നോക്കിയപ്പോൾ ഫേസ്ബുക്കിൽ അമ്മ ഇങ്ങനെ ബീൻസ് ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഓർത്തിനി അറിയാതെ കാണും പിള്ളേരെടുത്ത് അപ്ലോഡ് ചെയ്താണോ. അപ്പം ഞാൻ സിബിയോട് മെസ്സേജ് ചോദിച്ചു, നീയാണോ ഇനി ഇട്ടത്? അപ്പം അവൻ പറഞ്ഞു ഞാനിവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ഇതാക്കുന്നതെന്ന് ചോദിച്ചേ. അപ്പം ഞാനും അമ്മയും കൂടെ കപ്പയും ബീഫും കഴിക്കാൻ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് കട വരെയൊക്കെ ഒന്ന് പോകണം, കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണ്ടിയിട്ട് നമുക്ക് പോർക്ക് കറി വെക്കണം, പന്നിക്കറി. പോർക്കെന്നാടി പറഞ്ഞ പോർക്ക്. അപ്പം എന്നാ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തോ ടേസ്റ്റാണെന്നറിയാമോ? എന്താ ടേസ്റ്റ്, നല്ല ടേസ്റ്റാട്ടോ. നമ്മൾക്ക് കഴിച്ചിട്ട് ഇനി അങ്ങോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കഴിക്കുന്നത്. അപ്പം നമ്മുടെ കപ്പ കണ്ടോ, നല്ല കടുകൊക്കെ പൊട്ടിച്ച് സെറ്റായിരിക്കുക. ബീഫാണെങ്കിൽ ഇന്നലത്തേക്ക് കുറച്ചുകൂടെ ചാറൊക്കെ വറ്റി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ സാറേ. പിന്നെ എനിക്ക് മീൻകറിയും കപ്പയാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബീഫാണോ മീൻകറിയാണോ കപ്പയുടെ കൂടെ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഒരു ഇച്ചിരി മീൻകറിയാന്ന് തോന്നുന്നു എനിക്കിഷ്ടം. കഴിച്ചു കഴിഞ്ഞിട്ട് വരാവേ. നമ്മൾ പോകുന്നതിന് മുന്നേ ഉച്ചക്കത്തേക്ക് ഇന്ന് നമുക്ക് പയർ തോരൻ വെക്കാനായിട്ട് നമ്മൾ അടുപ്പയിലെല്ലാം വെച്ച് കേട്ടോ. അപ്പോൾ ഇനി ഞാനും അമ്മയും റെഡി ആവാനായിട്ട് പോവാണ്. ഇതാവുമ്പോൾ നമ്മൾ റെഡിയാവും, നമ്മളിവിടെ നിന്ന് ഇറങ്ങി കടയിൽ പോകാനായിട്ട്. അപ്പം ഞാനും അമ്മയും കടയിൽ പോകാനായിട്ട് റെഡിയായി. വീട്ടിൽ ഞാൻ രാവിലെ തേച്ച് അതേ ക്രീം തന്നെ തേച്ചിട്ടോ, വേറെ സംഭവങ്ങളൊന്നും. എനിക്കൊരു കൺമഷി പോലും ഞാൻ മറന്നു കേട്ടോ, കൺമഷി കൊണ്ട്. അതുകൊണ്ട് എനിക്ക് കൺമഷിയില്ല. കൺമഷിയാണ് എൻ്റെ മാൻഡേറ്ററി തിങ്. എനിക്ക് ഒന്നുമില്ലെങ്കിലും ഒരു കൺമഷി ഉണ്ടെങ്കിൽ ഞാൻ കോൺഫിഡൻ്റാണ്. അപ്പം പക്ഷേ ഇന്ന് കൺമഷി ഇല്ലാത്തതുകൊണ്ട് കടയിൽ പോകുമ്പോൾ ഒന്ന് വാങ്ങിക്കണേ. എന്നിട്ട് നമുക്ക് എന്നാ പറയുക, ഇപ്പം ഇറങ്ങാം. നമുക്കൊരു ഓട്ടോ ചേട്ടനെ വിളിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയി എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഓടി വരാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സിബി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇറങ്ങാമേ. അപ്പോൾ അമ്മയുടെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അമ്മ സൺസ്ക്രീൻ തേക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ കടയിൽ പോകാനായിട്ട് ഇവിടെ അടുത്തുള്ളൊരു ഓട്ടോ ചേട്ടൻ, സ്ഥിരമായിട്ട് അമ്മ ഓട്ടം വിളിക്കുന്നൊരു ചേട്ടനുണ്ട് കേട്ടോ. പുള്ളിയെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് തലയോലപ്പറമ്പ് ടൗണിലാണ് കേട്ടോ. അപ്പോൾ അവിടെ തന്നെ ഉള്ളൊരു ടെക്സ്റ്റൈൽസ് ഉണ്ട്, AP ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. അവിടെ കയറിയാണ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓണം ആകാനായിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അതായത് സെപ്റ്റംബർ 5-ാം തീയതി ആണല്ലോ ഓണം. അതിനു മുന്നേ ഇനി ഞാൻ തിരിച്ച് നാട്ടിലേക്ക് ഇല്ലായിരിക്കും. അതുകൊണ്ട് നമ്മൾ സെറ്റും മുണ്ടും ഒക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ പോകുന്നത്. ഇച്ചായന് വേണ്ടിയിട്ട് ഞാനൊരു
കറുത്ത കരയൊക്കെ ഉള്ള മുണ്ടും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് സിബിയും വന്നേ. നമ്മൾ കടയിൽ പോയിട്ട് വീട്ടിൽ വന്ന് ഇവിടെ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വലിച്ചു വരിയിട്ടേക്കുന്നത്. കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഈ 2 ചെരുപ്പ് വാങ്ങിച്ചു. പുത്തൻ ചെരുപ്പ് വേണ്ട കട്ടിലെ വെച്ചതാരും ഒന്നും വിചാരിക്കരുത്. ഇനി ഓടിപ്പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് കഴിക്കാം. അവനോട് കഴിക്കാൻ തുടങ്ങി. നമുക്ക് അങ്ങോട്ട് പോവാം. 2:37 സമയം. ഓൾറെഡി സമയം കഴിഞ്ഞിരിക്കുന്നു. ഭയങ്കര വിശപ്പായി കേട്ടോ എനിക്ക്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് വയറ്റിൽ കൊക്കപ്പുഴുള്ള അവസ്ഥയാണ് എപ്പോഴും. അപ്പോൾ ഇപ്പോൾ ഇവിടെ മോര് കാച്ചിയതുണ്ട്, പയർ തോരനുണ്ട്, ബീഫുണ്ട്, പിന്നെ അമ്മ ഇവിടെ ചോറുണ്ണുന്നുണ്ട്, സിബിച്ചൻ ഇവിടെ ഉണ്ട്. അപ്പം ഞാനും കൂടെ കഴിക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മോര്, കുറച്ച് പയർ തോരൻ, കുറച്ച് ബീഫ് ഒക്കെ ആയിട്ട് ഇട്ട് ഇളക്കി ഒരു പിടി അങ്ങ് പിടിക്കാം. ഓക്കേ. അപ്പം നിങ്ങൾ ദൂരത്തിരുന്ന് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കൊതിയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോരുക. ഇവിടെ എല്ലാം സെറ്റാണ്. അപ്പം മോരും പയറും ഒക്കെ കൂടി അങ്ങ് കുഴച്ച് ഒരു ബീഫിൻ്റെ പീസ് അതിലോട്ട് വെച്ച് ഇങ്ങനെ ഒരു വായെടുത്ത് എടാ അത് ആസ്വദിക്കുന്ന ആളാ. അപ്പം ഇനി കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ. റെസ്റ്റ് എടുക്കാൻ സമയമില്ല. അപ്പം കാരണം ഞങ്ങൾക്ക് പോർക്ക് കറി വെക്കാൻ പോവാണ്. അപ്പം അമ്മയുടെ സവോളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനും കൂടെ സവോള അരിഞ്ഞ് കൊടുക്കട്ടെ. അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കിടന്ന് ഉറങ്ങാനായിട്ട്. കുറച്ച് നേരമെങ്കിലും പിള്ളേർ തന്നെ മുന്നേ ഉറങ്ങിയിട്ട് ഞങ്ങൾക്ക് ഒന്നും ഉറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഇപ്പം തന്നെ 3 മണിയാവാറായെന്ന് തോന്നില്ലമ്മേ. കഴിഞ്ഞു. 3. അപ്പം അവന്മാർ 4:30 വരും. അതിനുള്ളിൽ ഞങ്ങൾക്ക് ഉറക്കം നടക്കും തോന്നുന്നില്ല. എന്നാലും നമുക്ക് നോക്കാം. വെയിറ്റ് ഞാൻ ചെയ്തുതരാം. അപ്പം നമ്മൾ പോത്തിനെ വരട്ടാനായിട്ടുള്ള സവോള, പോത്തിനല്ല കേട്ടോ, പോർക്കിനെ വരട്ടാനായിട്ടുള്ള സവോള ഇങ്ങനെ സവാളഗിരി എന്ന് പറഞ്ഞാൽ ഞാൻ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പറയുന്നതിന് മാത്രമേ സ്പീഡുള്ളൂ കേട്ടോ. എനിക്ക് സ്പീഡിൽ അരിയാൻ അറിയത്തില്ല കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് പതുക്കെ അരിഞ്ഞ് ആണെങ്കിൽ ഇത് തീർത്തിട്ട് ഇനി ഞാൻ പോർക്ക് അടുപ്പയിരുന്ന് തിളച്ച് മറിയുന്നത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ അമ്മ ഉള്ള പാത്രം എല്ലാം കൂടെ വീട്ടിൽ കഴുകി ഒച്ച വെക്കുന്നത് നമുക്ക് പോർക്ക് സെറ്റാവുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ അടുപ്പയിൽ പോർക്ക് വെച്ചിട്ട് തിളച്ച് നല്ല പറ്റിയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ഓഫ് ചെയ്തു. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ഉറക്കം വന്നു. അപ്പോൾ അമ്മ അവിടെ കിടന്ന് ഉറങ്ങി, ഞാൻ ഉറങ്ങിയില്ല. ഞാൻ ഉറങ്ങിപ്പോയ പിള്ളേർ വരുന്ന സമയം അറിയത്തില്ലല്ലോ. അപ്പോൾ പിള്ളേർ വരാറായി കേട്ടോ. ഏറെക്കുറെ 4:10 ഇപ്പം സമയം. നമുക്ക് അവന്മാരെ വിളിക്കാൻ പോകണം. അപ്പോൾ അവന്മാരെ വിളിക്കാൻ പോകുന്നതൊക്കെ ഞാൻ നിങ്ങൾ ഇതിന് മുന്നേ കണ്ട വ്ളോഗിൽ ഞാൻ കാണിച്ചുകൊണ്ട് പിന്നെ അത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് ആവർത്തന വിരസത തോന്നരുത്. അപ്പോൾ അവന്മാരെ വന്നു കഴിഞ്ഞ് ഞാൻ കാണിക്കാവേ. ഇപ്പം ഞങ്ങളിനി അവന്മാരെ വിളിക്കാൻ പോകണം, ഞാനും അമ്മയും. അപ്പോൾ സ്കൂൾ വാനയിൽ വരും. ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്കറിയാം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഉറങ്ങാൻ പോയപ്പോൾ നിങ്ങൾ ഇന്നലെ കണ്ട വ്ളോഗില്ലേ, അതൊക്കെ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് അതൊന്ന് പബ്ലിഷ് ചെയ്യാമായിരുന്നേ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി അവന്മാരെ വിളിച്ചുകൊണ്ട് വന്നൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് കാണും തലയിൽ എണ്ണ വെച്ചിട്ട് രാവിലെ തൊട്ട് പറയുന്ന തല എണ്ണ വെച്ചൊന്ന് കുളിക്കണമെന്ന്. എന്നിട്ട് നമ്മളിപ്പം അപ്രതീക്ഷിതമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കടയിലൊക്കെ പോയത്. കടയിൽ പോയി ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഞാൻ എന്നൊക്കെ വാങ്ങിച്ചെന്നറിയോ? ചെരുപ്പ് വാങ്ങിച്ചു, ഒരു ടോപ്പ് വാങ്ങിച്ചു, ഒരു ലെഗിൻ വാങ്ങിച്ചു, ജീൻസിനിടുന്ന 1-2 ടോപ്പ് വാങ്ങിച്ചു, പിന്നെ അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചു. കാജൽ, കൺമഷി വാങ്ങിച്ചു. ഞാൻ പറഞ്ഞില്ലേ കൺമഷി കൊണ്ടുവരാൻ മറന്നു എന്ന്, അതുകൊണ്ടൊരു കൺമഷി വാങ്ങിച്ചു. ചെരുപ്പൊന്നും വാങ്ങിക്കണമെന്നേ ഓർത്തല്ല കേട്ടോ. പിന്നെ അമ്മയ്ക്ക് നൈറ്റി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചിങ്ങ് പോന്നു. എന്തായാലും അമ്മയ്ക്ക് ഞാൻ വരുമ്പം മാത്രം വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, ഡ്രസ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ അമ്മ ഒറ്റയ്ക്കൊന്നും പോകത്തില്ല. ഇവന്മാരുടെ കൂടെ അങ്ങനെ പോകലില്ല. അപ്പോൾ ഞങ്ങൾ പോയി വാങ്ങിച്ചുകൊണ്ടൊക്കെ വന്നു സെറ്റ്. അപ്പോൾ ഞാൻ പോയി ഞാൻ പറ്റുവാണെങ്കിൽ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. ഞാൻ വാങ്ങിച്ച ടോപ്പ് ഇടുമ്പോൾ ഞാൻ പറയാം. ഇനി അടുത്തടുത്ത വ്ളോഗിലൊക്കെ ഇടുമ്പോൾ നിങ്ങളോട് പറയാം നമ്മൾ അന്ന് വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ. അപ്പം ഞാനും അമ്മയും കൂടെ ഇപ്പോൾ എന്നാണെങ്കിലും അവന്മാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ചായ കുടി പരിപാടിയൊക്കെ നടത്താം. ചായ സമയമായിട്ടുണ്ടേ. അവന്മാർ പാർലേജി ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്നു.
ഞാൻ ഈന്തപ്പഴവും ചായയും കുടിക്കുന്നു. ഇവന്മാർ അതിൽ നിന്നും വന്ന് അടിച്ചു മാറ്റുന്നു. പാപ്പി ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു, പോവാൻ റെഡിയായിട്ട്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നമുക്ക് തലയിലൊന്ന് എണ്ണ വെക്കണം, കുളിക്കണം, എല്ലാ പരിപാടിയും കിടക്കുക കേട്ടോ. അപ്പം നമ്മൾ വൈകുന്നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ രാവിലെ തൊട്ട് പറഞ്ഞ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പുറകിൽ അലക്കുകല്ലൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അപ്പം അവിടെ വന്നിരുന്ന് ഇവിടെ കല്ല് പെറുക്കി എറിഞ്ഞാൽ അടി മേടിക്കും ഉറപ്പാ. ഇവിടെ വന്ന് എണ്ണ ഇങ്ങനെ തല മൊത്തം അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇത് ഞാൻ പുതിയതായിട്ട് മേടിച്ച ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ ഇത് നല്ലതാണോ അഴുക്കാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഇത് വർക്കാകുമോ ഒന്നും എനിക്കറിയത്തില്ല. എന്നാണെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. നല്ലതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറയാം. ഇവിടെ ഒരുത്തനൊന്നും കാഴ്ച അപ്പം ഞാൻ എന്തായാലും എണ്ണയൊക്കെ തേച്ച് ഇനി ഒരു കുളിയൊക്കെ പാസ്സാക്കി അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഇവന്മാർക്ക് ട്യൂഷൻ തുടങ്ങാനുള്ള സമയമാവും. അപ്പം നമുക്ക് പിന്നെ ഒരു 9 മണി വരെ ഈ ട്യൂഷൻ്റെ പുറകെയും അങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം ഗൂഗിൾ മീറ്റിൽ ഓൺലൈനായിട്ടല്ലേ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്ക് അറിയാം ഇവന്മാരെ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും അടുത്ത പരിപാടികളെന്ന് പറയുന്നത്. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം എണ്ണ തേച്ച് കുളിക്കുക. അപ്പം നല്ലതായിട്ട് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് ഇങ്ങനെ തലയോട്ടിയിലൊക്കെ പിടിപ്പിച്ച് നമുക്കിങ്ങനെ എണ്ണ തേക്കാം. ഇതും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഹെയറിൽ ഓയിൽ ആപ്ലിക്കേറ്റർ അതിനെന്തോ 25 രൂപ എങ്ങാണ്ട് ഉള്ളായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നമുക്കിനി കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം കേട്ടോ. തലയിൽ എണ്ണയൊക്കെ തേച്ച് വെച്ചേക്കുവാ ഞാൻ. അപ്പോഴത്തേക്ക് ഇവിടെ എപ്പോഴും ഇഷ്ടം പോലെ മരം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇല വീണ് കിടക്കും കേട്ടോ. പിന്നെ അമ്മമാരിട്ടേക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക്കും കച്ചറയൊക്കെ കാണും. അപ്പോൾ ഇതും കൂടെ ഒന്ന് തൂത്ത് ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്തോ വേണ്ട കുഞ്ഞാരി തൂത്തുള്ള അങ്ങോട്ട് മാറും കേട്ടോ. അപ്പോൾ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഞാൻ കുളിച്ച് വരാം. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല. ഇവന്മാരെ ട്യൂഷൻ തുടങ്ങാറായി വരുന്നു. ഇവർ കുളിയൊക്കെ കഴിഞ്ഞു. ഇവന്മാർ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എന്നെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ടൊക്കെ ട്യൂഷൻ ഇരിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ തൂത്ത് നമുക്ക് അങ്ങോട്ട് കൊണ്ട് കളയാവേ. അപ്പം തൂത്തെല്ലാം വൃത്തിയാക്കി ഇനി ഞാൻ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. അങ്ങനെ ഇന്നത്തെ ദിവസം ഏറെക്കുറെ വൈകുന്നേരം ആയിരിക്കണോ. നമ്മൾ തൂപ്പ് കഴിഞ്ഞ് വൃത്തിയായിട്ടുണ്ട്. കയറി വേടാ, സന്ധ്യയായി. വാ, ട്യൂഷൻ സ്റ്റാർട്ടാവാൻ പോകുന്നു. വാ കറിയച്ചാ. എവിടാ? ഹലോ മിസ്റ്റർ, ഇറങ്ങി വരൂ, ട്യൂഷന് പോവാം. ഓൺലൈൻ ട്യൂഷന് മുന്നോടിയായിട്ടുള്ള ചോറൂണ് സെക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ബിസ്ക്കറ്റും ചായ കുടിച്ചെങ്കിലും ഇനി ഓരോരോ വയ്യാഴികൾ ട്യൂഷൻ്റെ സമയത്ത് ഇവിടെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമെന്നുള്ളത് കൊണ്ട് അമ്മ കപ്പയും ചോറും കൊടുത്ത് വയർ ഫുൾ അടിപ്പിക്കുക. കഴിച്ചോ? ട്യൂഷനൊക്കെ ആണോ? കഴിച്ചോ. ഞാൻ കുളിക്കാൻ പോകാൻ വന്നപ്പോഴേ അമ്മമാർക്ക് അമ്മ വാരി കൊടുക്കുന്നുണ്ട്. എനിക്ക് പുതിയ വാരിക്ക്. ഇനി വേണോ നിങ്ങൾക്ക്? വേണ്ട. ഉമ്മാർക്ക് വാരി കൊടുക്കുന്നതിന് ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അവിടെ ട്യൂഷൻ നടക്കുന്നു. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മുടെ പോർക്ക് കറി റെഡി ആയിട്ടുണ്ട്. കാണണ്ടേ നിങ്ങൾക്ക്? പന്നി ഇറച്ചി. ഇന്നിന് മുക്കറ ഇടും നമ്മൾ. കാണിച്ചു തരാം. നോക്കിയേ, അവിടെ പന്നിയിറച്ചി വറുത്തത്, ഇവിടെ മോര് കാച്ചിക്കൊണ്ടിരിക്കുന്നു, ഇവിടെ ഞവരക്കഞ്ഞി. ഇപ്പം അമ്മയൊക്കെ രാത്രി ഞവരക്കഞ്ഞി എന്ന് പറഞ്ഞ എന്തോ ഒരു കഞ്ഞിയാണ് കുടിക്കുന്നത്. അമ്മ ഇത് എന്നത്തിനായിരുന്നു അമ്മേ? കർക്കിടകമാകുമ്പോൾ ആരോഗ്യം കിട്ടാൻ അല്ലേ? അമ്മ എന്തൊക്കെ ഇട്ടാ വെക്കുന്നതെന്നുള്ളത് പറയിപ്പിക്കാം. ഒച്ച വെക്കാതന്നെ പറ. ചെറുപയർ, ഞവരയും യവോ എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കുലുക്കി സർബത്ത് പോലെ ആക്കും. ഉലുവ എന്തൊക്കെയോ ഇടുന്നു. എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ കുടിക്കുമെന്നാണ് പറഞ്ഞത്. എനിക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്തായാലും ഞാനൊന്നും കുടിക്കാൻ പോകുന്നില്ല, അത് വേറെ കാര്യം. നമ്മുടെ ചിന്തയും നമ്മുടെ കോൺസെൻട്രേഷനും എല്ലാം ഈ പോർക്കിലായിരിക്കണം ഗൈസ്. എന്താ മണം. അപ്പം പന്നിയിറച്ചി ഒലത്തിയതും കൂട്ടി കുറച്ച് കഴിയുമ്പോൾ ചോറുണ്ണണം. ഇവന്മാരെ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വേണം കഴിക്കാനായിട്ട്. കണ്ടോ, ടീച്ചർ ഒന്ന് പറയും, അവന്മാർ വേറൊന്ന് പറയും.
അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാലേ നമുക്ക് ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ എല്ലാവരും അത്താഴമൊക്കെ കഴിഞ്ഞ് കേട്ടോ. ഇനിയിപ്പോൾ പാത്രം കൂടെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങാം. വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പാത്രം കഴുകാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പ്രില്ല് തീർന്നുകൊണ്ട് പ്രില്ലൊക്കെ ഒഴിച്ച് പാത്രമൊക്കെ കഴുകി ഒന്ന് റെഡിയാക്കണം കേട്ടോ. അപ്പം ഞാൻ പാത്രം കഴുകാനായിട്ട് നിന്നപ്പോഴത്തേക്ക് അവന്മാർ അടുക്കള ഉണ്ടായിരുന്നേ. അപ്പോൾ അമ്മയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ചിരിച്ചുകൊണ്ട് അവന്മാരെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവരുതല്ലോ ഞാൻ ചിരിച്ചുകൊണ്ട് അവന്മാരെ വഴക്ക് പറയുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ ജിമ്മിയെ മര്യാദയ്ക്ക് ഇരുന്നോടാ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും പാത്രം കഴുകൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. വേറെ പരിപാടിയൊന്നും ഇന്നത്തേക്ക് ഇനി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാം സെറ്റാക്കി. ഇന്നിനി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇനി എനിക്ക് എഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നും ഇന്നത്തേക്കില്ല. അപ്പോൾ പാത്രം പെട്ടെന്ന് കഴുകി തീർക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ തീരും. അങ്ങനെ വളരെ മനോഹരമായിട്ട് ഒരു നോർമലായിട്ടുള്ള എൻ്റെ ഒരു ഡേ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ നാട്ടിലുള്ള ഒരു ദിവസം കൂടെ കഴിഞ്ഞു. ഈ നാളെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള പരിപാടികളുണ്ട്. അത് ഞാൻ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിപ്പം ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ഇപ്പം സമയം എത്രയാണെന്നറിയോ? ഇപ്പം സമയം 10:08 ഇനി ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഉടനെ ഇത് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കൂടെ എഡിറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ കിടക്കുന്നത്. സോ ഞാനിപ്പോൾ ഇത് ഇവിടെ എൻഡ് ചെയ്യാണ്. രാത്രിയായി, ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി വീഡിയോ കൂടെ എഡിറ്റ് ചെയ്താൽ ഞങ്ങളുടെ ഉറങ്ങും. അത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും. ടാറ്റാ.